ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ സ്റ്റഡി വിത്ത് മ്യൂസിക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മോഡൽ എക്സാം ഒക്കെ ഇങ്ങെത്താറായി. ഇപ്പം ഇന്നാകുമ്പോൾ തന്നെ 9-ാം തീയതിയാണ്. നമുക്ക് 17-ാം തീയതി ആകുമ്പോൾ മോഡൽ എക്സാം സ്റ്റാർട്ട് ചെയ്യും. ജസ്റ്റ് ഒരു 7 ദിവസം കൂടെ ഉണ്ട്. 9 അല്ലായിരുന്നു, 7 ദിവസം കൂടെ ഉണ്ട്. കറക്റ്റ് 7-ാമത്തെ ദിവസം ആകുമ്പോൾ നമുക്ക് എക്സാമാണ്. അപ്പം എല്ലാവരും അതിൻ്റെ ഒരു ടെൻഷനിലൊക്കെ ആയിരിക്കും എനിക്കറിയാം. അതുകൊണ്ട് തന്നെ എനിക്ക് എഡിറ്റ് ചെയ്യാനുള്ള സമയം കിട്ടാത്തതുകൊണ്ട് തന്നെ ഈ പോർഷൻസ് കവർ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, റിവൈസ് ചെയ്യണം, പോർഷൻ കവർ ചെയ്യണം, അങ്ങനെയുള്ള എനിക്ക് ബയോളജി ഒക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് പെൻഡിങ് ഉണ്ട്. ഈ ബയോളജി തീരെ ഇഷ്ടമല്ല. അതുകൊണ്ടിങ്ങനെ ലാസ്റ്റിലത്തേക്ക് പഠിക്കാൻ വെച്ച് കുറച്ച് പെൻഡിങ് വന്നു, സുവോളജി മെയിനായിട്ട്. അപ്പം പിന്നെ ബയോടെക്നോളജി എന്നുള്ള ചാപ്റ്റർ അതൊരു വിധത്തിൽ തൂത്തുപെറുക്കി തീർത്തു. അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് പെൻഡിങ് വന്നിട്ടുണ്ടായിരുന്നു. അതിരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു ഇന്ന്. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം കെമിസ്ട്രിയുടെ ഒരു ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ എടുത്തെല്ലാം വെച്ചിട്ടുണ്ട്. പക്ഷേ സീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വോയിസ് ഓവർ ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല. കറക്റ്റ് ആ വീഡിയോസ് റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ എപ്പോഴും എഡിറ്റ് ചെയ്യുന്നതിന് കുറച്ച് മുമ്പാണ് വോയിസ് ഓവർ കൊടുത്തിട്ടാണ് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നത്. പക്ഷേ അതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു അംശം സമയം ഒരു ദിവസത്തിൻ്റെ അങ്ങ് പോയി കിട്ടും. പിന്നെ അതിൻ്റെ തമ്മിൽ എഡിറ്റ് അങ്ങനെ ഒരുപാട് പരിപാടികളുള്ളതുകൊണ്ട് നല്ലൊരു സമയം പോകും. നമുക്കിനി ജസ്റ്റ് ഒരു 7 ദിവസം കൂടെ ഉള്ളൂ. ആ ഒരു സമയത്ത് കാര്യമായിട്ടിരുന്ന് പഠിക്കണം എന്നുണ്ട്. അതുകൊണ്ടാണ് അതിപ്പോൾ എഡിറ്റ് ചെയ്ത് ഇടാത്തത്. അപ്പോൾ വിചാരിച്ചു ഇങ്ങനെ എഡിറ്റ് വലുതായിട്ട് ചെയ്യേണ്ടി വരാത്ത ഒരു വീഡിയോ ഇടാമെന്ന് വെച്ചിട്ടാണ് ഷോർട്സ് ഇട്ട് ഞാൻ എന്നിട്ട് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുപോലെ എക്സാം റിലേറ്റഡ് ആയിട്ട് ഇപ്പോൾ +1കാർക്കാണെങ്കിലും ആദ്യമായിട്ട് ഇങ്ങനെ ഒരു എക്സാം എഴുതുന്നതുകൊണ്ട് സംശയം കാണുമല്ലോ, എന്താണ് എങ്ങനെയാണ് എഴുതേണ്ടതെന്നൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിനെ പറ്റിയിട്ട് ഇന്നൊരു വീഡിയോയിൽ പറയാമെന്ന്. അപ്പം അതിൽ വന്നേക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇംഗ്ലീഷിന് മെയിനായിട്ട് വന്നേക്കുന്ന ഇംഗ്ലീഷിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. 19 ക്വസ്റ്റ്യനോളം വന്നിട്ടുള്ളൂ ഇതുവരെ ഞാൻ വീഡിയോ എടുക്കുന്നവരെ. അപ്പം അതിൽ ഏറ്റവും കൂടുതൽ വന്നേക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷിനെ പറ്റിയിട്ടാണ്. എനിക്ക് +1 ഇംഗ്ലീഷിന് 80 ഉണ്ടായിരുന്നു. അപ്പം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കേട്ടിട്ടുണ്ട് അത്ര പെട്ടെന്ന് കിട്ടുന്ന സംഭവമല്ലാന്ന്. പക്ഷേ ഞാൻ അതിന് വേണ്ടിയിട്ട് ഓവർ ഹാർഡ് വർക്ക് ഒന്നും ചെയ്തിട്ടില്ല. ശരിക്കും ഇതുവരെ എൻ്റെ ഒരു കൊച്ചിലത്തെ പരീക്ഷകളോട്ട് ഇതുവരെ ഞാൻ മുക്കാലും പരീക്ഷകളൊക്കെ സ്വന്തമായിട്ട് ഇംഗ്ലീഷല്ല സ്വന്തമായിട്ട് എഴുതിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ എനിക്ക് പ്രാക്ടീസ് ഇട്ടിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 7th വരെ CBSE പഠിച്ചത്. അതുകൊണ്ട് അവിടെ ഇംഗ്ലീഷിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് എന്നുള്ളൊരു സബ്ജക്റ്റ് അത്യാവശ്യം എനിക്ക് സെറ്റാണ് ബേസൊക്കെ. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇംഗ്ലീഷിന് എഴുതിയിട്ട് ഇത്ര മാർക്ക് കിട്ടിയത്. അപ്പം എങ്ങനെയാണ് ഞാൻ എഴുതിയതെന്നും എന്തൊക്കെയാണ് ചെയ്തതെന്നും ഇപ്പം എത്ര മാർക്കിന് എത്ര പേജ് എഴുതണം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ ഇംഗ്ലീഷിന് ആൻസർ ഷീറ്റ് ഇവിടെ ഇരിപ്പുണ്ട്. പക്ഷെ അത് ഞാൻ അപ്ലോഡ് ചെയ്യാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ എൻ്റെ ഈ ഒരു കോപ്പി ഞാൻ എടുത്ത സമയത്ത് ഫോട്ടോ കോപ്പി എടുത്ത സമയത്ത് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോയിൽ ചെറുതായിട്ടൊന്ന് ഇതിൻ്റെ ഒരു ഭാഗം കാണിച്ചായിരുന്നു. ഫുള്ള് കാണിച്ചില്ല, ജസ്റ്റ് ഒരു ഇൻട്രോ പോലെ പറഞ്ഞായിരുന്നു. പക്ഷെ ആ വീഡിയോയിൽ വന്ന കമൻസ് നമുക്കിപ്പം നമ്മൾ ഓരോരുത്തരും ഇംഗ്ലീഷ് സെക്കൻഡ് ലാംഗ്വേജ് ഒക്കെ എഴുതുന്ന രീതി പലതാണ്. അപ്പം എൻ്റെ രീതിയിലായിരിക്കത്തില്ല വേറൊരാൾ എഴുതുന്നത്. അത് ഓരോരുത്തരുടെ പോയിന്റ് ഓഫ് വ്യൂ കൂടെയാണ് എഴുതുന്നത്. അപ്പം ഞാൻ എഴുതിയത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പം അങ്ങനെ കുറച്ച് കമൻറ്റ് വന്നുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ബാക്കിയുള്ളത് കാണിക്കണ്ട. കാരണം ഇങ്ങനൊരു സംഭവമുണ്ട്. ഞാൻ എൻ്റെ ഒരു ഇതിലല്ലേ എൻ്റെ രീതിയിലല്ലേ എഴുതിയിരിക്കുന്നത്. അപ്പം നിങ്ങൾക്കത് ചിലപ്പോൾ ഒരുപക്ഷെ എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അത് കാണിക്കണ്ടാണ്. അപ്പം ഇതുവരെയുള്ള എൻ്റെ എല്ലാ വീഡിയോസിലും ഒരു കമൻറ്റെങ്കിലും കാണിക്കാവോ എന്ന് ചോദിച്ചിട്ട് ഈ ഇംഗ്ലീഷിലെ ഫോട്ടോ കോപ്പി കാണിക്കാവോ എന്ന് ചോദിച്ചിട്ട് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഇതിപ്പോൾ പറയുന്നത്. നേരത്തെ ആ ഒരു വീഡിയോയുടെ കമൻറ്റിനകത്ത് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടും കാണാത്തവരായിരിക്കും, ചിലപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരോ അല്ലായിരിക്കും വീഡിയോ. അതുകൊണ്ടായിരിക്കും പിന്നെ ചോദിക്കുന്നുണ്ട്. അപ്പം ഇതാണ് ആ സംഭവം. അതുകൊണ്ടാണ് ഇംഗ്ലീഷിനെ കാണിക്കാത്തത്. എനിക്ക് ഇപ്പം മാർക്ക് നിങ്ങൾ 10ാം ക്ലാസ്സിലെ എക്സാം എഴുതിയില്ലേ, അതുകൂട്ടത്തെ ഒരു ഫ്രണ്ട് ഷീറ്റൊക്കെ തന്നെയായിരുന്നു കാണാനിരിക്കുന്നത്. എൻ്റെ ഓർമ്മയിൽ ഇങ്ങനെയൊക്കെ തന്നെ. ആദ്യം നമുക്ക് നെയിം ഓഫ് എക്സാമിനേഷൻ ഉണ്ട്. പിന്നെ ഫ്ലാഷ് അടിക്കുന്നതുകൊണ്ടേ ഇവിടെ ഈ ആൻസർ പേപ്പറിലോട്ട് നോക്കുമ്പം അവിടെ കുറേ വെള്ള കളർ മാത്രമേ കാണുന്നുള്ളൂ. പിന്നെ ടോട്ടൽ നമ്പർ ഓഫ് അഡീഷണൽ ഷീറ്റും അതുപോലെ സബ്ജക്റ്റ് എഴുതണം, ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ എഴുതണം. പിന്നെ നമുക്ക് ആ ഒരു മാർക്കിങ്ങിനുള്ള ഒരു കോളം ഉണ്ടല്ലോ, അതാണ് സംഭവം. ഇങ്ങനെ കുറേ കോളം കാണാമോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഏറ്റവും താഴെ നമ്മുടെ രജിസ്റ്റർ നമ്പറൊക്കെയാണ് എഴുതേണ്ടത്. അങ്ങനെയാണ് ഫ്രണ്ട് ഷീറ്റ് വരുന്നത്. ഇപ്പം +1കാർക്ക് ചിലപ്പോൾ ഒരു പക്ഷേ പരിചയം കാണത്തില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്തായാലും സ്കൂളിൽ നിന്ന് അതൊക്കെ കാണിച്ചു തരും. ഞങ്ങൾക്ക് ലാസ്റ്റ് എക്സാം എഴുതുന്നതിൻ്റെ ഒരു മോഡൽ എക്സാമിന് മുന്നേ ഒരു കുറച്ച് ദിവസം മുമ്പത്തെ ക്ലാസ്സിൽ കാണിച്ചു തന്നായിരുന്നു എങ്ങനെയൊക്കെയാണ് എഴുതേണ്ടതെന്നൊക്കെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാനിപ്പോൾ ആദ്യം എഴുതി തുടങ്ങിയേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 വേർഡ് ആയിട്ടുള്ള ഒരു 8 ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, 1 വേർഡ് അല്ല
വളരെ ഷോർട്ടായിട്ടുള്ള കുറച്ച് ഒരു 8 ക്വസ്റ്റൻ ഉണ്ടല്ലോ, അതാണ് ഞാൻ ആദ്യം എഴുതി തുടങ്ങിയിരിക്കുന്നത്. പിന്നെ ഞാൻ നേരെ ലാസ്റ്റ് എസ്സേ അല്ലെങ്കിൽ അതുപോലെ 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ സെക്ഷൻ കാണും, അതിലേക്കാണ് പോകാറ് സാധാരണ എല്ലാവട്ടും. ഏത് ഇംഗ്ലീഷിൻ്റെ എക്സാം എഴുതി കഴിഞ്ഞാലും ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പം ഇതിനകത്ത് ഞാൻ ആ ഒരു ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ എല്ലാം ആൻസർ ചെയ്ത ശേഷം ഡിസാസ്റ്റർ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു എസ്സേ ആണെന്ന് തോന്നുന്നു, അതാണ് ഞാൻ എഴുതിയേക്കുന്നത്. 8 മാർക്കിൻ്റെ ഞാൻ ഇതിൽ വളരെ ചെറിയ പേജാണ്. നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ തന്നെ അറിയുന്നത് ഇത്രയേ ഉള്ളൂ ഒരു പേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എത്ര എഴുതി കഴിഞ്ഞാലും കുറച്ചേ ഉള്ളൂ. അപ്പം ഇതിനകത്ത് ഞാൻ എഴുതിയേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 8 മാർക്കിൻ്റെ ആ ഒരു എസ്സേ എഴുതിയേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1, 2, 3 ഒരു 3.25 പേജ് അല്ല 3.5 പേജ് എഴുതിയിട്ടുണ്ട്. ചെറിയ ഇതായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തീരും ആൻസർ പേപ്പർ. അല്ലാതെ ലോങ് ആണ്. നമ്മളിപ്പം സ്കൂളിൽ എഴുതുന്ന സമയത്ത് ലോങ് ആയിട്ടുള്ള ഷീറ്റ് ആയിരിക്കും, അതിനൊരു 2.5 പേജ് പോലെ എഴുതിയാൽ മതി. ഇതിപ്പോൾ ഞാൻ ഒരു 3 പേജല്ല 3 സൈഡ് ഇത് എഴുതിയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യന് ഞാൻ ഇതിനകത്ത് ഒരു 2.25 പേജ് എഴുതിയിട്ടുണ്ട്. 2 പേജ് മതി 6 മാർക്കിൻ്റെ. പിന്നെ 4 മാർക്കിൻ്റെന് ഒരു 1/2 പേജ് എഴുതിയിട്ടുണ്ട്, 1/2 പേജ്. പിന്നെ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണെന്ന് എൻ്റെ ഓർമ്മ, ഒരു ക്യാരക്ടർ സ്കെച്ച് അല്ല പ്രൊഫൈലിൻ്റെ റൈറ്റ് 4 ആണോ 6 ആണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. അത് ഇത്രേ ഉള്ളൂ. പ്രൊഫൈൽ നമ്മൾ പ്രത്യേകിച്ച് എഴുതേണ്ട, ബ്രീഫായിട്ട് എഴുതേണ്ട കാര്യമില്ല, ആ ഹിൻസ് തന്നെ എഴുതി വെച്ചാൽ മതി, അത് വലിയ കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ കോൺവെർസേഷൻ ഉണ്ട്, അത് എത്ര എക്സ്ചേഞ്ച് വേണമെന്നൊക്കെ അവർ ബ്രാക്കറ്റിൽ പറഞ്ഞേക്കും. കറക്റ്റ് അത്ര എക്സ്ചേഞ്ച്, അതിൽ ഒരു ഒരെണ്ണം എക്സ്ട്രായും കൂടെ എഴുതുന്നത് നല്ലതായിരിക്കും. പിന്നെ 6 മാർക്കിനാണെങ്കിൽ എനിക്കൊന്ന് 12 എണ്ണം അങ്ങോട്ടും അല്ല 12 അല്ല 6 എണ്ണം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും, അങ്ങനെ ടോട്ടൽ 12 എണ്ണം എന്തോ വരണ്ടേ, അത് ആ ഒരു ബ്രാക്കറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ടായിരിക്കും. പിന്നെ 6 മാർക്കിൻ്റെ ഞാൻ പറഞ്ഞല്ലോ ഒരു 2 പേജോളം ഞാൻ എഴുതിയിട്ടുണ്ട്. അത്രയൊക്കെയാണ്. 4 മാർക്കിൻ്റെ ഒരു 1/2 പേജ് അല്ലെങ്കിൽ 3/4 പേജിൻ്റെ ആവശ്യമുള്ളൂ മാക്സിമം പോയി കഴിഞ്ഞാൽ. പിന്നെ സമയം മാനേജ് ചെയ്ത് വേണം എഴുതാൻ. 8 മാർക്കിന് ഞാൻ എപ്പോഴും ഒരു 2.5, 3.5 പേജിനുള്ളിൽ തന്നെ നിർത്തും. അതിൻ്റെ അപ്പുറത്തോടൊന്നും പോകേണ്ട കാര്യമില്ല, അത്ര മതി. പിന്നെ തുടക്കത്തിലും ലാസ്റ്റിലും നിങ്ങൾ വാലിഡ് ആയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് എഴുതാൻ ശ്രമിക്കുക. ഇടയ്ക്കൊക്കെ ഗ്യാസ് കയറ്റി എഴുതാൻ മതി. എന്നാൽ വലിയ കുറച്ച് എന്തെങ്കിലുമൊക്കെ പോയിന്റുള്ള ഗ്യാസ് വേണം കേട്ടോ, അല്ലാതെ ചുമ്മാ ദിസ് ഇസ് ബ്യൂട്ടിഫുൾ, ദിസ് ഇസ് നൈസ് അതൊന്നുമില്ല. കുറച്ച് എന്തെങ്കിലും പോയിന്റ്സ് ഉള്ള നമ്മുടെ കയ്യിൽ നിന്നിട്ട രീതിയിലുള്ളതൊക്കെ വേണം. വെറുതെ ആഷ് ബുഷ് പോയിന്റ്സ് ഒന്നും എഴുതിട്ട്. മെയിനായിട്ട് നമ്മളിപ്പം ടെക്സ്റ്റ് വായിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഞാൻ ഇംഗ്ലീഷ് പഠിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്സ്റ്റ് വായിക്കും. ടെക്സ്റ്റ് വായിച്ചിട്ട് പിന്നെ ഞങ്ങൾക്കൊരു ഗൈഡ് തന്നിട്ടുണ്ട്. ഗൈഡ് നമ്മളിപ്പോൾ സ്കൂളിൽ വന്ന സമയത്ത് മേടിച്ച് അല്ല നേരത്തെ വീഡിയോ ഞാനത് കാണിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് സ്കൂളിൽ നിന്ന് തരുന്ന നോട്ട്, ടീച്ചർ നല്ല നോട്ട് തരും, അത് നോക്കും, ഈ ഗൈഡ് നോക്കും. പിന്നെ ടെക്സ്റ്റ് വായിക്കും. മെയിനായിട്ട് ഞാൻ ടെക്സ്റ്റ് മിക്കവാറും ദിവസങ്ങളിൽ ഇപ്പം ഇതേപോലുള്ള യൂണിറ്റ് എക്സാംസിനൊക്കെ ഞാൻ ടെക്സ്റ്റ് മാത്രം വായിച്ചിട്ടാണ് പോയിട്ടുള്ളത്. ഈ ഗൈഡ് നോക്കാനുള്ള സമയം കാണത്തില്ല. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ ടെക്സ്റ്റ് മാത്രം വായിച്ചാൽ മതി. ശരിക്കും ഈ ടെക്സ്റ്റിനെ ബേസ് ചെയ്തിട്ടാണല്ലോ ഈ നോട്ടൊക്കെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പം ഗൈഡ്സൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഗൈഡ്സ്, ക്വസ്റ്റ്യൻ ബാങ്ക്സ് ഒക്കെ ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അപ്പം അങ്ങനെയുള്ള രീതി മാത്രം ഗൈഡ്സിനെ കണ്ടാൽ കഴിഞ്ഞാൽ മതി. അപ്പം ഞാൻ മെയിനായിട്ട് ടെക്സ്റ്റാണ് നോക്കുന്നത്. ടെക്സ്റ്റിൽ മുക്കും മൂലയും അരിച്ച് പറക്കി വായിക്കണം. അത് ഒരു വട്ടം ഒന്നും ഒരു ചാപ്റ്റർ വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മൊത്തം ഒന്നും കോൺസെപ്റ്റ് ഒന്നും കിട്ടത്തില്ല. കോൺസെപ്റ്റ് അല്ല, മൊത്തം കഥയൊന്നും അല്ലെങ്കിൽ ആ നല്ല നല്ല വേർഡ്സ് ഒന്നും നമുക്ക് മൈൻഡിലേക്ക് കിട്ടത്തില്ല. അപ്പോൾ ഒരു 2-3 വട്ടം ഒരു ചാപ്റ്റർ വായിക്കാനുള്ള സമയമുണ്ട്. ഫൈനൽ എക്സാമിന് സമയം കിട്ടും. ഒരു ദിവസം കൊണ്ട് തന്നെ അത്യാവശ്യം എല്ലാം വായിച്ച് തീർക്കാൻ പറ്റില്ല. രാവിലോട്ട് വൈകിട്ട് വരെ ഇരിക്കേണ്ട കാര്യമുള്ളൂ. ചില വാക്കുകളുണ്ട്. അപ്പം ആ വാക്കുകളൊക്കെ എപ്പോഴും സ്റ്റോർ ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. നമ്മളിപ്പോൾ അതിൻ്റെ നോർമൽ വേർഷൻ എഴുതുന്നതിനെക്കാട്ടിൽ അതുപോലത്തെ വാക്കുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് ഫീൽ ചെയ്യും നമ്മുടെ ആൻസറിന്. ഞാൻ അങ്ങനെ +1 എഴുതി വെച്ചേക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എൻ്റെ ഒരു ഇതുവരെയുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട്. ഇപ്പോൾ +2 എങ്ങനെയായിരിക്കും നമുക്കൊന്നും പ്രവചിക്കാനൊക്കത്തില്ലല്ലോ. എനിക്കിപ്പോൾ ചിലപ്പോൾ +2 എനിക്ക് ഫുൾ ഇടണമെന്നൊരു യാതൊരു നിർബന്ധമില്ല. അപ്പം അതുകൊണ്ട് +1 എഴുതിയ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഇപ്പോൾ പറയുന്നത്. പിന്നെ പ്രത്യേകിച്ച് ഞാനിപ്പോൾ ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് അങ്ങനെയുള്ള ടിപ്സ് ഒന്നുമില്ല. ഇത് തന്നെ ടെക്സ്റ്റ് വായിക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം. പിന്നെ ക്യാരക്ടർ സ്കെച്ചിൻ്റെ ഒക്കെ എടുക്കുന്ന സമയത്ത് ടെക്സ്റ്റിലെ സെൻറ്റൻസസ് ഒക്കെ കൂടുതൽ ഉപയോഗിക്കുക. ക്യാരക്ടർ സ്കെച്ച് മാത്രമല്ല, എസ്സേ ആണെങ്കിൽ ഇപ്പം നമുക്കിപ്പം ഡിസാസ്റ്റർ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്നുള്ള ചാപ്റ്റർ നിങ്ങൾ കാണാൻ പഠിച്ചുകൊണ്ട് പോയിട്ട് അതുപോലെ അച്ചടിച്ച് വെക്കേണ്ട കാര്യമുള്ളൂ. കാരണം അത് തന്നെ ഒരു എസ്സേ ആണ്. അപ്പോൾ എസ്സേ ഒക്കെ അതിന് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ഇപ്പം നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂ ഒക്കെ എഴുതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ഒരു പാരഗ്രാഫായിട്ട് എപ്പോഴും എഴുതുമ്പോൾ പാരഗ്രാഫ് തിരിച്ചെഴുതുന്നതായിരിക്കും നല്ലത്. പിന്നെ അതുപോലെ ഇമെയിൽ ലെറ്റർ അതിൻ്റെ ഒന്ന് ഫോർമാറ്റ് തെറ്റാതെ നോക്കണം. ഇമെയിൽ ആണെങ്കിൽ CC BCC അതൊക്കെ എഴുതണം. പിന്നെ അതിൻ്റെ ഒന്ന് ഫോർമാറ്റ് തെറ്റരുത്, അതാണ് മെയിൻ കാര്യം. ഇംഗ്ലീഷ് ഇത്രയൊക്കെ തന്നെയുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഏതൊക്കെ യൂട്യൂബ് ക്ലാസ് ആണ്, ഞാനൊരു ഷോർട്ട് നോട്ട് അത് എഴുതിച്ചിട്ടുണ്ട്, ഏതൊക്കെ യൂട്യൂബ് ക്ലാസ് ആണ് കാണുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാനിപ്പം കെമിസ്ട്രിക്ക് എക്സാമിനറും അതുപോലെ എഡ്യൂപോർട്ടും കാണും. എക്സാമിനറിൽ ഇപ്പം പുതിയതായിട്ടൊരു സാർ വന്നില്ലേ, JS എന്നാണ് തോന്നുന്നു സാറിൻ്റെ പേര്, ആ സാറും പിന്നെ ശരണ്യ മിസ്സിൻ്റെ ക്ലാസ് അല്ല എനിക്ക് അവർ രണ്ടുപേരും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാകത്തുള്ളൂ. അങ്ങനെ എനിക്ക് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്, അവർ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാകത്തുള്ളൂ ആ ടീച്ചേഴ്സ്.
പിന്നെ എജുപോർട്ടിലെ യാസീൻ എന്ന് പറഞ്ഞിട്ടൊരു സാറുണ്ട്, സാറിൻ്റെ മനസ്സിലാവും. വേറെ എനിക്കിതുവരെ അങ്ങനെ മനസ്സിലാവുന്നില്ല ബാക്കിയൊന്നും കണ്ടിട്ട്. ഓരോരുത്തർക്കും ഓരോ ഡിഫറെൻ്റ് അല്ലേ അവരുടെ ഇത്, ആ ഒരു ടേസ്റ്റ് വ്യത്യാസമാണ്. പിന്നെ ബയോളജി ഞാൻ ഇത് കാണും. ബോട്ടണി ആണെങ്കിൽ എജുപോർട്ടിലെ ദേവപ്രിയ എന്ന് പറഞ്ഞിട്ടൊരു മിസ്സുണ്ട്. ആ മിസ്സ് പഠിപ്പിക്കുന്നത്, എനിക്ക് ബയോടെക്നോളജിയുടെ ഒക്കെ ക്ലാസ് ഞാൻ ഇന്നാണ് അത് ശരിക്കും കാണുന്നത്. അത് കണ്ടു കഴിഞ്ഞപ്പം പച്ചവെള്ളം പോലെ മനസ്സിലായി. ശരിക്കും നല്ല ക്ലിയർ ആയിട്ട് നമ്മൾ ഓരോ കോൺസെപ്റ്റ് ഇങ്ങനെ പറഞ്ഞിരുന്നു. അപ്പം എജുപോർട്ടിലെ ബോട്ടണി ആ മിസ്സിൻ്റെ കാണും. പിന്നെ അതല്ലെങ്കിൽ പിന്നെ എക്സാമിനറാണ് കാണുന്നത്, ബോട്ടണി, സുവോളജി. പിന്നെ എനിക്കിപ്പം സമയമില്ല, പെട്ടെന്ന് കവറൊക്കെ ചെയ്ത് തീർക്കണം എന്നുണ്ടെങ്കിൽ സൈലത്തിലെ ഒരു സാറുണ്ട്, സാറിൻ്റെ പേര് എനിക്കറിയത്തില്ല. ഞാൻ അന്ന് ഷോർട്സ് ഇട്ട സമയത്ത് ആരോ കമൻ്റ് ഒക്കെ ചെയ്തായിരുന്നു. ആ ഷോർട്സിനകത്ത് ഞാൻ ആ സാറിൻ്റെ ക്ലാസ്സാണ് കാണുന്നത്, ബയോളജിയുടെ. അത് നല്ല ക്ലാസ്സാണ്. പെട്ടെന്ന് ഇപ്പം നമുക്കിപ്പോൾ എക്സാമിനർ എജുപോർട്ടും ഒക്കെ 2-2.5 മണിക്കൂർ കൊണ്ട് എടുക്കുന്നതൊക്കെ ആ സാറ് ചിലപ്പോൾ 1 മണിക്കൂറല്ലേ, ഒരു 58 മിനിറ്റ് ആ ഒരു റേഞ്ചിനുള്ളിൽ എല്ലാം കവർ ചെയ്ത് ഒരു ഷോർട്ടായിട്ട് സ്പീഡിൽ പറഞ്ഞു തരും. അത് റിവിഷൻ ക്ലാസ് പോലെ കാണാനേ പറ്റുള്ളൂ. പക്ഷേ എനിക്ക് മറ്റേ ചാതി ആദ്യം തൊട്ടേ ക്ലിയർ ആയിട്ട് ഒരു ചാപ്റ്റർ പഠിച്ചിട്ട് ഈ ക്ലാസ് കേൾക്കുവാണെങ്കിൽ എനിക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അല്ലാതെ പുതുതായിട്ട് പഠിക്കുവാണെങ്കിൽ എനിക്കത് മനസ്സിലാക്കാൻ കുറച്ച് പാടാം. പിന്നെ മാത്സിൻ്റെ കാര്യം എജുപോർട്ടാണ് മെയിൻ. പിന്നെ സൈലത്തിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ എക്സാം ടൈം ആകുമ്പോൾ ചെയ്ത് നോക്കും. അല്ലാതെ സൈലത്തിൻ്റെ ക്ലാസ് മറ്റേ നമ്മുടെ ഫൂഫു സാറില്ലേ, സാറിൻ്റെ ക്ലാസ് വരുമ്പോൾ കാണും. അതുപോലെയൊക്കെ തന്നെ മെയിനായിട്ട് മാത്സ് ഞാൻ എജുപോർട്ട് തന്നെയാണ് നോക്കുന്നത്. കോൺസെപ്റ്റ് ക്ലിയർ ആവാൻ നമ്മുടെ അജയ് സാറും അതുപോലെ ഷാമിൽ എന്ന് പറയുന്നൊരു സാറുണ്ട്, അവരുടെ 2 ക്ലാസ് ആയിട്ട് എനിക്ക് മാത്സ് സെറ്റാണ്. പിന്നെ ഒരു ടീച്ചറും ഉണ്ട്, 2 ടീച്ചേഴ്സ് ഉണ്ട്. അവരുടെ 6 ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് മാത്സ് മനസ്സിലാവും. പിന്നെ ഫിസിക്സ് മെയിനായിട്ടും ദിൽഷ മിസ്സിൻ്റെയും അലക്സ് സാറിൻ്റെയാണ്. അലൻ സാറിൻ്റെ പേര് തിരിഞ്ഞു, അലക്സ് സാറിൻ്റെയാണ് കാണുന്നത്. ഫിസിക്സ് ഞാനങ്ങനെ വേറെ ഒന്നും അങ്ങനെ കാണാറില്ല. +1 പഠിക്കുന്ന സമയത്ത് എജുപോർട്ടൊക്കെ കാണുമായിരുന്നു. പക്ഷേ +2 പഠിക്കുമ്പോൾ ഇത് തന്നെയാണ്, എക്സാമിനറാണ് കൂടുതൽ കാണുന്നത്. പിന്നെ അതുപോലെ വേറെ സെക്കൻഡ് ലാംഗ്വേജ് വരുമ്പം എജുപോർട്ട് കാണും. ഹിന്ദിയാണ്, ഞാൻ ഹിന്ദി ആയതുകൊണ്ട് എജുപോർട്ട് കാണും. അതുപോലെ എക്സാമിനർ കാണും. സൈലം സെക്കൻഡ് ലാംഗ്വേജ് ഞാനങ്ങനെ കാണൽ കുറവാണ്. പിന്നെ ഇംഗ്ലീഷ് മെയിനായിട്ട് സൈലം മാത്രമാണ് ഞാൻ കാണാറ്. എനിക്ക് ആ നാച്ചു എന്ന് പറയുന്നൊരു സാറുണ്ടല്ലോ, സാറ് പഠിക്കും, എനിക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. പിന്നെ അതുപോലെ എനിക്ക് ആദ്യമായിട്ട് ഞാൻ ആ ക്ലാസ് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 10th SSLCയുടെ എക്സാം വന്ന സമയത്താണ് സാറിൻ്റെ ക്ലാസ് കാണുന്നത്. അപ്പം ആ സമയത്ത് എനിക്ക് ഒരു ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസിൻ്റെ അങ്ങാണ്ട് ഒരു ക്വസ്റ്റ്യൻ വന്നായിരുന്നു. അപ്പം ക്ലാസ്സിൽ അത് മോഡലാണോ ഫൈനലാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ക്ലാസ്സിൽ 3/4 പേർക്ക് തെറ്റി, പക്ഷേ എനിക്ക് ശരി. അത് നോ എന്ന് വെച്ചിട്ട് തുടങ്ങുന്ന ഒരു റിപ്പോർട്ടഡ് സ്പീച്ച്, പാസീവ് ആക്റ്റീവ് ടു പാസീവ് എന്നുണ്ടാവും. അപ്പം അത് നെഗറ്റീവ്ലി എന്ന് എഴുതണം, പക്ഷെ അതാരും അങ്ങനെ എഴുതിയില്ല. ഞാൻ ആ ക്ലാസ് കണ്ടുകൊണ്ട് എഴുതി. അപ്പം അന്ന് തൊട്ട് ഞാൻ ഗ്രാമറിന് മെയിനായിട്ട് സാറിൻ്റെ ക്ലാസ് തന്നെയാണ് കാണല്. പിന്നെ ഏതാ, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി എല്ലാം പറഞ്ഞില്ലേ, കെമിസ്ട്രി, മാത്സ്, ബയോളജി എല്ലാം പറഞ്ഞു. പിന്നെ എന്താ, മാത്സിൻ്റെ ടിപ്സ് ചോദിച്ചിട്ടുണ്ട്. മാത്സിൻ്റെ ടിപ്സ് എന്തുവാ, ഇപ്പം നമുക്ക് തീരെ സമയമില്ല. ഫെബ്രുവരി 17 ആകുമ്പം നമുക്ക് 2 കൂട്ടർക്കും തുടങ്ങത്തില്ലേ, +1ഉം +2ഉം മോഡൽ എക്സാം അല്ലേ. അപ്പോൾ അതുകൊണ്ട് മാത്സ് ഇപ്പം NCERT-യിലെ നമ്മൾ കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് NCERT-യിലെ മെയിനായിട്ടുള്ള നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ PYQs ഒക്കെ ചെയ്ത് നോക്കുക. NCERT മെയിനായിട്ടൊന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. കാരണം കഴിഞ്ഞ വട്ടത്തെ പാറ്റേൺ ഇത്ര ടഫ് ആയതുകൊണ്ട് ചിലപ്പോൾ ഒരുപക്ഷെ മോഡൽ എളുപ്പമായപ്പോൾ ഫൈനലിന് ടഫ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മാത്സ് ജസ്റ്റ് ഒന്ന് NCERT-യിലെ ഇനി ഫുള്ള് ചെയ്യാനുള്ള സമയമില്ല. നമുക്കിപ്പോൾ +2 ആണ് മെയിനായിട്ടും, ഇൻ്റഗ്രൽസ് ഒക്കെ അറിയാമല്ലോ, അതുകൊണ്ട് ഫുള്ള് ചെയ്യാനുള്ള സമയമില്ല. അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നോക്കി ചെയ്തിട്ട് പോവുക. ഇമ്പോർട്ടൻ്റ് എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതൊക്കെ ഇപ്പം നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ കാണിക്കുമല്ലോ. അപ്പോൾ അതൊക്കെ മാർക്ക് ചെയ്തെടുക്കുമോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ചിലത് തോന്നത്തില്ലേ ഇത് എനിക്ക് പാടായിട്ട് തോന്നുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എളുപ്പമുള്ളതൊക്കെ പെട്ടെന്ന് കിട്ടും. അതൊക്കെ ചെയ്ത് നോക്കുക. പിന്നെ ഫിസിക്സിൻ്റെ ടിപ്സ്, ഫിസിക്സ് ഞാൻ സ്കൂളിൽ നിന്ന് നോട്ട് തന്നെ പഠിക്കുന്നത്. സ്കൂളിൽ നിന്ന് ടീച്ചർ തന്നിട്ടുണ്ട്. ടീച്ചർ എല്ലാ പോർഷൻസും കവർ ചെയ്തിട്ട് എന്നാൽ വലിയ നോട്ടും അല്ലാത്ത രീതിയിൽ തന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കതാണ് കുറച്ചുകൂടെ കംഫർട്ടബിൾ. അതുകൊണ്ട് ഞാൻ അതിനാണ് പഠിക്കുന്നത്. ഞാനിപ്പോൾ ഏതാണെങ്കിലും ഏത് ക്ലാസ് കണ്ടിട്ടാണെങ്കിലും ഞാൻ ആ ക്ലാസ്സിലെ നോട്ട്സ് ബൈഹട്ടാക്കാറില്ല. ടെക്സ്റ്റ് അല്ലെങ്കിൽ സ്കൂളിൽ തന്ന നോട്ട്സ് ഇത് തന്നെയാണ് മെയിനായിട്ട് നോക്കൽ. അല്ലെങ്കിൽ ഇപ്പം ആ സമയത്ത് മെൻറ്റേഴ്സ് എഴുതി കാണിക്കുന്നുണ്ടല്ലോ പഠിപ്പിക്കുന്നതിനിടയ്ക്ക്, അല്ലെങ്കിൽ ആ ഒരു സ്ലൈഡ് ഉണ്ടല്ലോ അതിലെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നത് ഞാൻ എഴുതിയെടുക്കും. പിന്നെ എനിക്ക് മനസ്സിലാവുന്ന രീതി ഞാനത് മലയാളത്തിൽ സൈഡിൽ എഴുതിയിടും. ഇംഗ്ലീഷിൽ ചിലപ്പോൾ എഴുതിയിട്ട് കഴിയുമ്പോൾ പിന്നെ നോക്കുമ്പോൾ ചില വാക്കുകളൊക്കെ നമുക്ക് കാണുമ്പോൾ ഡൗട്ട് അടിക്കും. അതുകൊണ്ട് ഞാൻ മലയാളത്തിലൂടെ എഴുതിയിടാറുണ്ട്. പിന്നെ ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ എക്സാമിൻ്റെ ഒരു പ്ലാൻ പറയാമെന്ന് വെച്ചിട്ടുണ്ട്. ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ പ്ലാൻ പറയാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇമ്പ്രൂവ്മെൻറ്റ് കാര്യമായിട്ട് അങ്ങനെ എടുക്കുന്നില്ല. കാരണം എനിക്ക് മൊത്തത്തിൽ ബയോളജിയിൽ 1 മാർക്കും മാത്സിൽ 1 മാർക്കുമാണ് പോയത്. ടോട്ടൽ 2 മാർക്കാണ് എനിക്ക് പോയത്. അപ്പം
എനിക്കിപ്പോൾ ഇമ്പ്രൂവ്മെന്റ് ഞാൻ ഫോക്കസ് ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് +2ന്റെ ആ ഒരു മാർക്ക് തകരാറില്ല. ആ 2 മാർക്ക് എന്തായാലും പോയി എന്നും നമുക്ക് അതൊരു എക്സ്ട്രാ എഫേർട്ട് ഇട്ട് ലാസ്റ്റ് എടുക്കാന്നുള്ളതേ ഉള്ളൂ. ഞാൻ ബയോളജിക്ക് ഇമ്പ്രൂവ് ചെയ്യുന്നില്ല, മാത്സിന് മാത്രമേ ഇമ്പ്രൂവ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഒരു 5 ദിവസം കൊണ്ടുണ്ട്. ആ സമയത്തിരുന്ന് പഠിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഇമ്പ്രൂവ്മെന്റിന്റെ പ്ലാൻ ഇടാത്ത കേട്ടോ. ഞാൻ ഇപ്പം നിങ്ങളൊരു സ്റ്റഡി പ്ലാൻ നോക്കുന്ന സമയത്ത് ഇപ്പം മറ്റൊരാൾ ഉണ്ടാക്കുന്ന സ്റ്റഡി പ്ലാനിനെ കാട്ടി നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ വീക്ക് സബ്ജക്ട്സ് കൂടുതൽ ഫോക്കസ് ചെയ്ത് ചെയ്യുന്ന സ്റ്റഡി പ്ലാൻ ആയിരിക്കും എപ്പോഴും വിൻ ചെയ്യുന്നത്. കാരണം മറ്റൊരാളുടെ ഒരു സ്റ്റഡി പ്ലാൻ ആവുന്ന സമയത്ത് നമ്മൾ അത് ഫോളോ ചെയ്ത് കൺസിസ്റ്റന്റ് ആയിട്ട് പോകണമെന്നില്ല. എൻ്റെ കാര്യം ഞാൻ മെയിനായിട്ട് പറയാം. എല്ലാവരുടെയും കാര്യം എനിക്ക് അറിയത്തില്ല, മെജോറിറ്റി എങ്ങനെ തന്നെ ആയിരിക്കാം, അറിയത്തില്ല. പക്ഷെ ഞാൻ എനിക്ക് മറ്റൊരാൾ ചെയ്യുന്ന പ്ലാനിനെ കാട്ടി ഞാൻ ചെയ്യുന്ന പ്ലാൻ തന്നെയാണ് എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത്. അതുകൊണ്ട് നമ്മൾ സ്വന്തമായിട്ട് പ്രയോറിറ്റൈസ് ചെയ്ത് ഓരോ ചാപ്റ്ററിൻ്റെ ഒരു പ്ലാൻ ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. പിന്നെന്താ, കെമിസ്ട്രി പ്രോബ്ലംസ് പറ്റി. കെമിസ്ട്രി പ്രോബ്ലംസ് NCERTയിലെ പ്രോബ്ലംസ് മെയിൻ ആണ്. കെമിസ്ട്രി ആണെങ്കിലും ഫിസിക്സ് ആണെങ്കിലും അങ്ങനെ തന്നെ NCERTയിലെ പ്രോബ്ലംസ് മെയിൻ ആണ്. അതിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതൊക്കെ മെയിനായിട്ട് നോക്കുക. അത് തന്നെയാണ് കാര്യം. നമുക്കിപ്പോൾ PYQ ഒക്കെ എടുത്തു നോക്കുന്ന സമയത്താണെങ്കിലും അല്ലെങ്കിൽ യൂട്യൂബ് ക്ലാസ്സസിൻ്റെ ഒക്കെ സമയത്താണെങ്കിലും ഇപ്പോൾ എക്സാമിനർക്കാണ് ഫിസിക്സ് ഒക്കെ അണ്ടർലൈൻ ചെയ്ത് പറയും, ഇന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്, ടെക്സ്റ്റിൽ NCERTയിലെ എന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റൻസ് ഒക്കെ മാർക്ക് ചെയ്ത് വെച്ച് പഠിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ എന്തുവാ, അത്രയൊക്കെ ചോദിച്ചിട്ടുള്ളൂ കേട്ടോ. ഞാൻ പെട്ടെന്നിട്ട ഒരു ഷോർട്ട് വീഡിയോ ആയതുകൊണ്ട് തന്നെ അധികം ആരും കണ്ടിട്ടില്ല, ഇത്രയും ക്വസ്റ്റൻസ് ഒക്കെ വന്നിട്ടുള്ളൂ. ഞാൻ നേരത്തെ എടുത്തിട്ട് അങ്ങ് വെക്കാമെന്ന് വിചാരിച്ചിട്ടാ. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് താമസിയാതെ തന്നെ കാണാം. ഇനി മോഡൽ എക്സാംസ് ഒക്കെ വരുന്നതുകൊണ്ട് ചിലപ്പോൾ ഈ ഒരാഴ്ച വീഡിയോ ഞാൻ ഇടാൻ സാധ്യത കുറവാണ്. ഷോർട്സ് ആയിട്ട് ഇട്ടാലും ലോങ് വീഡിയോ ഇടാൻ കുറച്ച് സാധ്യത കുറവാണ്. പിന്നെ പറ്റുവാണെങ്കിൽ ഇടാം. മോഡൽ എക്സാംസിൻ്റെ എന്തായാലും അന്നുള്ള വീഡിയോ ഒക്കെ ഇടാം, എങ്ങനെ ഉണ്ടായിരുന്നൊക്കെ അത് ഇടാം. അപ്പം ഓൾ ദ ബെസ്റ്റ്. എല്ലാവർക്കും നന്നായിട്ട് എല്ലാവർക്കും വർക്ക് ചെയ്തതിനുള്ള റിസൾട്ട് കിട്ടട്ടെ. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ. അപ്പൊ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞതെല്ലാം ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് പറഞ്ഞത്. ഞാൻ എക്സാമിന് പോകുന്ന സമയത്ത് പഠിക്കുകയും എങ്ങനെയാണ് പഠിക്കുന്നതെന്നൊക്കെയാണ്, അല്ല ഞാൻ ആൻസേഴ്സ് എഴുതുന്നത് എങ്ങനെയാണെന്നൊക്കെയാണ് പറഞ്ഞത്. 6 മാർക്കിൽ 1.5 പേജ് എഴുതിയാൽ മതി എന്ന് പറയും, പക്ഷെ ഞാൻ എഴുതിയത് 2 പേജ് ആയതുകൊണ്ടാണ് 2 എന്ന് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ 6 മാർക്കിന് 1.5, പിന്നെ 8 മാർക്കിന് 2, 2.5 അങ്ങനെയൊക്കെ മതി. പക്ഷെ ഇത് ചെറിയ പേപ്പർ ആയതുകൊണ്ട് ഞാനൊരു 2.5, 3 പേജ് അങ്ങനെയൊക്കെ വെച്ച് എഴുതിയേക്കുന്നതാണ്. പക്ഷേ നിങ്ങൾ ഫോളോ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷെ ഞാൻ എങ്ങനെയാണോ എഴുതിയെന്നുള്ളത് പറഞ്ഞതേ ഉള്ളൂ.